ഇലുമിനാറ്റികൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞിട്ട്. ഇതാ ഈ പിക്ചർ കണ്ടോ നിങ്ങൾ? ഈ പിക്ചറിനകത്ത് ദേ ആ തീവ്രവാദി താഴെ കിടക്കുക കണ്ടോ? അവൻ താഴെ കിടന്നുറങ്ങുക. അവന്റെ മേളിലാണ് ഈ 2 പ്രാവുകൾ ഇരിക്കുന്നത്. ജനമെല്ലാം ഇങ്ങനെ സമാധാനം സമാധാനം, എല്ലാവരുടെ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് സമാധാനം എന്നാ. പീസ് 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 എന്ന് പറഞ്ഞിട്ടാ. നിങ്ങൾ സമാധാനം എന്നും നിർഭയം എന്നും ഇരിക്കുന്ന സമയത്താണ് ഗർഭിണിക്കുണ്ടോ പീസ് പീസ് എന്ന് പറഞ്ഞിട്ടാ എല്ലാവരുടെയും കയ്യിലിരിക്കുന്നത്. നിങ്ങൾക്ക് പാകിസ്ഥാനെയും എന്തോ ഐക്യരാഷ്ട്ര സംഘടനയെല്ലാം അങ്ങ് എന്തുവാ സമാധാനം പുളകം കൊള്ളിക്കാൻ വേണ്ടി നടക്കുക. മനസ്സിലായി? ഇതെല്ലാം ഇവരുടെ അജണ്ടയാണ്, ഇലുമിനാറ്റികളുടെ അജണ്ട തന്നെയാണ്. ഇലുമിനാറ്റികൾക്ക് നേരത്തെ അറിയാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. അവന്മാർക്ക് എല്ലാം അറിയാം. നിങ്ങൾക്ക് ഇതിനകത്ത് ഇന്ത്യ, ഇസ്രായേല്, പാകിസ്ഥാന്, ഇന്ത്യയും കൈകോർത്ത് പിടിച്ചിരിക്കുന്ന സ്നേഹത്തിന്റെ മകിടമായിരിക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതേ നോക്കും ഈ പിക്ചറിൽ. കുറച്ചുകൂടി അടുത്ത് വെക്കട്ടെ, എനിക്ക് അങ്ങോട്ട് വരെ പോകാൻ പറ്റില്ല. ഇനി അറ്റം കണ്ടോ? ഇത് പാകിസ്ഥാനും ഇന്ത്യയുമാ വരച്ചു വെച്ചിരിക്കുക. സമാധാനം കൊണ്ട് പൂത്തുലയുവ ഡെൻവർ എയർപോർട്ടിനകത്ത് ഇലുമിനാറ്റികളുടെ അജണ്ടയിൽ പെടുന്ന കാര്യമാണ് ഈ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സ്നേഹം. അടുത്തത് പലസ്തീന്. ഇതാ നോക്ക്, പലസ്തീനും ഇസ്രായേലും തമ്മിൽ ഒരു ഒലിവ് നാണിനകത്ത് കെട്ടിവെച്ചിരിക്കുക. തമ്മിൽ 2 ഫ്ലാഗും കൂടി ചേർത്ത് വെച്ച് കൈകോർത്ത് സ്നേഹിച്ച് നിൽക്കുന്ന മനോഹര കണ്ടോ? ഇസ്രായേലിന്റെയും പലസ്തീന്റെയും ഫ്ലാഗ് ചേർത്ത് വെച്ച് കെട്ടി ഒരുമിച്ചവർ നിൽക്കുന്ന സമാധാനം. എല്ലായിടത്തും സമാധാനം കൊടുക്കുക. ആരാ കൊടുക്കുന്നത്? ഇലുമിനാറ്റികളുടെ അജണ്ടയുടെ ഭാഗമാണ് ഈ സമാധാന കൊടുപ്പ്. അങ്ങനെ സമാധാനമെന്നും നിർഭയമെന്നും ഇരിക്കുന്ന സമയത്ത് ഇതാണ് ഫസ്റ്റ് പിക്ചർ. അത് കഴിഞ്ഞിട്ടുള്ള പിക്ചറാണ് ഇതാ മറ്റവൻ ദേ കിടന്ന് ഉറങ്ങുന്ന ഈ വൃത്തികെട്ടവനുണ്ടല്ലോ, അവൻ അവിടെ കിടന്ന് ഉറങ്ങുക. ഇവരൊക്കെ ഈ സമാധാനത്തിൽ കിടന്ന് ഉറങ്ങി എണീക്കുമ്പോഴും നമ്മുടെ തീവ്രവാദി അവിടെ കിടന്ന് എന്ത് ചെയ്യുക? ഉറങ്ങുക. അവനെ ഉറക്കിയിട്ടിട്ടാണ് ഇവരെല്ലാം എന്ത് ചെയ്യുന്നത്? സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനം ആശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് അവനെ ഉറക്കിയിട്ടിട്ട്. അതും കൂടി ഓർത്തേക്കണം നിങ്ങൾ. ഒരു മിനിറ്റ്, നിങ്ങൾക്ക് നല്ലതുപോലെ ഞാൻ കാണിച്ചു തരാം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. കണ്ടോ? ആ സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് കിടന്ന് ഉറങ്ങുന്ന ഉറക്കം കണ്ടാ? നമ്മന്റെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് ചമാധാനമതം ചമാധാനമതം ചമാധാനമതം. വേറെ ലോകത്തിൽ ആരും പറയത്തില്ല ഇങ്ങനെ, ഞങ്ങൾ സമാധാന മതക്കാരാണ്. ഈ വെള്ളരിപ്രാവിനെ വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാം? അതിന്റെ മേളില് സമാധാന മതക്കാരെ കാണിക്കാനാ വെള്ളരിപ്രാവിനെ വെച്ചിരിക്കുന്നത്. സമാധാന മതക്കാരന്റെ കുണം കാണിക്കാനാണ് ഈ വെള്ളരിപ്രാവിനെ തൂക്കി വെച്ചിരിക്കുന്നത്. അടുത്തു വാ കുറച്ചുകൂടി. ഒരു മിനിറ്റ്, ഞാനൊരു വൃത്തികെട്ടവനെ ഒന്ന് ബ്ലോക്ക് ചെയ്തട്ടെ. കാരണം ഒരു ഫേക്ക് ഐഡിയ, പിന്നെ അവനടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നിങ്ങൾ ഈ കാണുന്നത് ഇത് ഡെൻവർ എയർപോർട്ടിൽ. ഒരു മിനിറ്റ്, ക്ലിയർ ഉണ്ടോ നിങ്ങൾക്ക്? പ്ലീസ് അവരങ്ങളെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് കമന്റ് ഇട്ടേക്കണേ, കാണാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. കാരണം ഞാൻ എത്ര റിസ്ക് എടുത്ത് നിങ്ങളെ കാണിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനും കൂടിയിട്ടാ. അപ്പം ഈ ഈ തീവ്രവാദി ഇവിടെ കിടന്ന് ഉറങ്ങുന്നു. അവന്റെ തൊട്ടടുത്ത് വാളിരിപ്പുണ്ട്. അതിന്റെ മേളിൽ അവന്റെ അടുത്ത് തോക്ക് കിടപ്പുണ്ട്. നിങ്ങൾക്ക് തോക്കൊക്കെ കാണാം, അവന്റെ കയ്യിൽ തോക്കിരിക്കുന്നത് കാണാം, വാളടുത്തിരിക്കുന്നത് കാണാം. പിന്നെ പോരാത്തതിന് ആ പ്രാവുകൾ മേളിരിക്കുകയാണ്. അത് സമാധാന മതം എന്ന് കാണിക്കുന്നതിനാണ് ഈ പ്രാവ് മേളിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ സമാധാന മതത്തിൽ കിടന്നുറങ്ങുന്ന ഒരു തീവ്രവാദിയാണ് അവിടെ കിടന്നുറങ്ങുന്നത്. ഒരു ഹാലിഫേറ്റ് ഉണ്ടാക്കാൻ വരുന്ന തീവ്രവാദി അവനാണ് അവിടെ കിടന്നുറങ്ങുന്നത്. മനസ്സിലായോ? അവസാനം ഈ സമാധാനം ഉണ്ടാക്കുന്ന ഈ തീവ്രവാദി അവൻ എഴുന്നേറ്റിട്ട് ചെയ്യുന്ന പരിപാടിയാണ് പിന്നെ നമ്മൾ കാണുന്ന 2ാമത്തെ പിക്ചർ. അപ്പൊ ഇതൊക്കെ നേരത്തെ ആർക്കറിയാം? ഇലുമിനാറ്റികൾക്കറിയാം. ഈ അമേരിക്ക എന്ന് പറയുന്ന ഇത് അമേരിക്ക എന്താന്ന് പറഞ്ഞാൽ മുമ്പേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയാണ് ബാബിലോണ്. മനസ്സിലായോ? മർമ്മം മഹദിയാം ബാബിലോൺ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് അമേരിക്കയാണ്.
അപ്പോൾ ഈ അമേരിക്ക ഇസ്രായേൽ യുദ്ധം പ്രഖ്യാപിച്ചല്ലോ. ഉടനെ പിറ്റേ ദിവസം കൊണ്ടുവന്ന് എന്ത് ചെയ്യുകയാണ്? അമേരിക്ക കൊണ്ടുവന്ന് യുദ്ധക്കപ്പൽ കൊണ്ട് കൊടുക്കുക. അപ്പോഴേ ഞാൻ വിചാരിച്ച് കാല് വരാൻ വേണ്ടിയിട്ടാണെന്ന്. കാരണം വെച്ചാൽ അമേരിക്കയ്ക്ക് ഇസ്രായേൽ സ്വതന്ത്രമായി തീരുമാനമെടുത്തൊന്നും ചെയ്യാൻ അനുവദിക്കരുത്. അതായത് ഇപ്പൊ നമ്മൾ സഹായം കൊടുത്താണല്ലോ പതുക്കെ പോയി നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആദ്യം സഹായം കൊടുക്കും. സഹായം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവനെ നിയന്ത്രിക്കാൻ എളുപ്പമായിരിക്കും, കാല് വാരാനും നിയന്ത്രിക്കാൻ എളുപ്പമായിരിക്കും. അങ്ങനെ അമേരിക്ക സഹായമായിട്ട് പണ്ട് ഈ 6 ദിവസത്തെ യുദ്ധം ഇസ്രായേൽ യെരുശലേമിനെ പിടിച്ചെടുക്കാൻ കാര്യം എന്താ? എന്തുകൊണ്ടെന്നറിയാമോ? ഈ 6 ദിവസത്തെ യുദ്ധത്തിനകത്ത് 1967 യുദ്ധത്തിൽ ഇസ്രായേൽ യെരുശലേമിനെ പിടിച്ചെടുക്കാൻ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്ക കൈവിട്ടു. അമേരിക്ക പറഞ്ഞു ഞങ്ങൾക്കൊന്നും സഹായിക്കാൻ പറ്റത്തില്ല ഇസ്രായേലിനെ. ഇംഗ്ലണ്ട് പറഞ്ഞു ഞങ്ങൾക്കൊരു സഹായിക്കാൻ പറ്റില്ല. ഇങ്ങനെ സഹായിക്കാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞൊരു കൈയൊഴിഞ്ഞപ്പം ഇസ്രായേലിന്റെ ഒപ്പം ദൈവം കൂടെ നിന്നിട്ട് എല്ലാം ചെയ്തു കൊടുത്തു. ഇസ്രായേലിനെ എല്ലാം തിരിച്ചു പിടിച്ചു. അപ്പൊ പിന്നെ ആർക്കും വന്നിട്ട് അയ്യോ യുദ്ധം അവസാനിപ്പിക്കേ, ആളുകളെ കൊല്ലല്ലേ എന്നൊന്നും ഈ പറഞ്ഞവർക്കൊന്നും പറയാൻ പറ്റില്ല, ഈ സഹായിക്കാത്തവർക്കൊന്നും. മനസ്സിലാവുന്നുണ്ടോ? ഈ ബുദ്ധി നോക്കിക്കൊണ്ടോ നിങ്ങൾ. ഈ അമേരിക്ക എന്ന് പറയുന്ന ഈ രാജ്യം ആദ്യ നാളുകളിൽ 1967 യുദ്ധത്തിന് ഒരുത്തരും സഹായിക്കാൻ വന്നില്ല. അമേരിക്ക സഹായിക്കാൻ വന്നില്ല, ഇംഗ്ലണ്ട് സഹായിക്കാൻ വന്നില്ല, യൂറോപ്യൻ രാജ്യങ്ങൾ ആരും സഹായിക്കാൻ വന്നില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇതെല്ലാം പിടിച്ചെടുക്കുന്ന സമയത്തും ഒരുത്തരും മോങ്ങാൻ പറ്റില്ല. അയ്യോ നിങ്ങൾ ചെയ്തത് തെറ്റാണ്, അവർ അങ്ങനെ പറ്റത്തില്ല, അതിങ്ങനെ പറ്റത്തില്ല എന്നൊന്നും മോങ്ങാൻ പറ്റത്തില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ യുവമാരും ഇടപെട്ടില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ആദ്യമേ കയറി അങ്ങ് ഇടപെടുക, സഹായവുമായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേലിനെ കടിഞ്ഞാണിടാൻ വേണ്ടിയിട്ട് പുറകെ നിന്ന് പിടിക്കാം. അതാണ് ഇവന്മാരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നീട് ഇസ്രായേലിനെ ജാണിട്ട് പിടിക്കാനായിട്ട് ഇവന്മാർക്ക് പറ്റും. അതിനാണ് ആദ്യമേ സഹായം കൊണ്ട് കൊടുത്തിട്ട് ഇപ്പൊ അമേരിക്ക അങ്ങ് പിടിച്ചു കെട്ടുക. അത് നിങ്ങൾ യുദ്ധം ചെയ്തു പതുക്കെ ചെയ്യണം. അവർക്ക് ഫുഡ് കൊടുക്കണം, അവർക്ക് വെള്ളം കൊടുക്കണം, അവർക്ക് അത് കൊടുക്കണം. ഇങ്ങനെ ഫുഡും വെള്ളവും അതും ഇതും കൊടുത്തിട്ട് യുദ്ധം ചെയ്യാനാണെങ്കിൽ അതിനേക്കാളും നല്ലത് ചെയ്യാതിരുന്നാൽ പോരെ. മനസ്സിലായോ? എന്നാലും ഇസ്രായേൽ എന്ത് ചെയ്യുന്നില്ല? ഇവന്മാരെ വെറുപ്പിക്കാനും പറ്റത്തില്ല. കാരണം വെറുപ്പിച്ചു കഴിഞ്ഞാലുള്ള ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേൽ മൊത്തത്തിൽ സകലണത്തിനും തീർക്കേണ്ടി വരും. അമേരിക്ക അടക്കം ഇസ്രായേൽ തീർക്കേണ്ടി വരും കൈയിരിപ്പിന്. മനസ്സിലായി? ഇനി ഒരുത്തരും ഈ ഭൂമിയിൽ ജീവിക്കേണ്ടെന്ന് പറഞ്ഞ് വെക്കേണ്ടി വരും ഇസ്രായേലിന്. അതുകൊണ്ടാണ് ഇസ്രായേൽ ഇതിനെല്ലാം മിണ്ടാതെ ഇസ്രായേൽ പോകുന്നത്. പിന്നെ ഇതിന്റെ പിന്നിലും ഒരുപാട് ഇലുമിനാറ്റി കളികളൊക്കെ ഇതിനാ പിന്നിലുണ്ട് പ്രിയ സഹോദരങ്ങളെ. കാരണം ഇതൊക്കെ പ്രവചന നിവൃത്തിയുടെ ഭാഗമായിട്ട് സംഭവിക്കാനുള്ളതുമാണ്. മനസ്സിലായോ? അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിന്റെ പിന്നണിയിൽ നടക്കുന്നുണ്ട്. നമ്മൾ കാണുന്ന ലോകമല്ല ഇപ്പൊ കാണുന്ന ലോകം. നിങ്ങൾ ഇന്ന് കാണുന്ന പോലെ അല്ല ഈ ലോകം പോകുന്നത്. ഞാൻ വളരെയധികം വിഷമത്തിലും ഭാരത്തിലുമായിരിക്കുന്ന എന്തുകൊണ്ടാണെന്നറിയാമോ? കൂട്ടമായിട്ട് ആളുകൾ മരണത്തിലേക്കുള്ള യാത്രയ്ക്ക് പോകുന്നത് ഓർക്കുന്നു. മരണം എന്ന് പറയുമ്പോൾ സാധാരണ ഇവിടെ ഭൂമിയിൽ മരിച്ചു പോകുന്ന മരണമല്ല. പലശയും കുഞ്ഞുങ്ങളെ ഓർത്തൊന്നും കരയേണ്ട കാര്യവും നമുക്കിവിടെ ഇല്ല. പലശയും കുഞ്ഞുങ്ങളെ ഓർത്ത് ആരും കരയേണ്ട. ഒരു ക്രിസ്ത്യാനിയും കരയേണ്ട പലശയും കുഞ്ഞുങ്ങളെ ഓർത്ത്. മനസ്സിലായോ? കാരണം പലശയും കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് രണ്ട് കൂറിമാരെ സ്വർഗത്തിൽ വെച്ചിട്ടുണ്ട് തള്ളാഹു. അങ്ങനെ ഇരിക്കുമ്പം അവര് നേരത്തെ പോയി ചത്തു കഴിഞ്ഞാലും അവിടെ ഹൂറിമാരിരിക്കുന്ന സ്ഥിതിക്ക് ഏറ്റവും വലിയ സുഖ സൗകര്യം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹൂറിമാരെയും കൊടുത്തിരിക്കുമ്പോഴത്തേക്കും പിന്നെ തന്നെ നമ്മൾ പലശയും കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുന്നത്. തള്ളാഹു പറഞ്ഞു നിങ്ങൾ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യേണ്ടവരാകുന്നു. മരിച്ചു പോകുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും രണ്ട് ഹൂറിമാര് വിധം മുലയൂട്ടുവാൻ അവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പിന്നെ ഈ കുഞ്ഞുങ്ങൾ മരിച്ച് നേരെ സ്വർഗത്തിൽ പോവുകയല്ലേ ഹൂറിമാരുടെ അടുക്കിലേക്ക്. പിന്നെ ഇതിനെ അവരോർത്ത് കരയുന്നിരിക്കുന്നേ. അപ്പം വിഡ്ഢിവർഗമായിരിക്കുമ്പോൾ ഇരുന്ന് കരയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ഞാൻ വിഷമിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല. നമ്മുടെ ലോകം പോകുന്ന പോക്കിന്റെ ഏറ്റവും ഭയാനകമായ ഒരു വെർഷനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ. സകല മനുഷ്യരാശിയും മുഴുകിക്കിടക്കുന്ന ഒരു വല്ലാത്ത മാസ്മരിക ലോകത്തിൽ വെർച്വൽ റിയാലിറ്റിയിലൂടെ മനുഷ്യൻ പോകാൻ പോവുകയാണ്. ഇതിനെ ഓർക്കുമ്പോഴാണ് ഭയം കൊടുക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ഓർത്തൊന്നും എനിക്ക് ഭാരമില്ല. ഈ എന്നെ സ്ഥിരമായി കേൾക്കുന്ന കുറച്ചു പേരെ ഓർത്തൊന്നും എനിക്ക് ഭാരമില്ല. നിങ്ങളൊക്കെ പിടിച്ചു നിൽക്കും. പക്ഷെ ഒരു കൂട്ടം ദൈവം ചിന്നിയവരും ചിതറിയവരുമായി നിൽക്കുന്നത് കണ്ട് മനസ്സലിഞ്ഞു എന്ന് പറഞ്ഞതുപോലെ ഒരു വലിയ സമൂഹം എന്ത് ചെയ്യാണ്? നശത്തിലേക്ക് പോകാൻ പോവുകയാണ്, വെർച്വൽ റിയാലിറ്റി ലോകത്തിലേക്ക്. അതെന്താ വെർച്വൽ റിയാലിറ്റി ലോകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കറിയാം യൂട്യൂബിലൂടെ വരുമാനമുണ്ട് ആളുകൾക്ക്, ഇൻസ്റ്റാഗ്രാമിലൂടെ വരുമാനമുണ്ട് ആളുകൾക്ക്, ഫേസ്ബുക്കിലൂടെ വരുമാനമുണ്ട് ആളുകൾക്ക്. പിന്നെ അതുപോലെ തന്നെ വേറെന്തൊക്കെയോ ഉണ്ടല്ലോ, ഷോർട്സിലൂടെ
അങ്ങനെ 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 തന്നെ വിവിധമായ തരത്തിൽ ആളുകൾ ഇപ്പോൾ വരുമാനം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലകളിലും വരുമാനം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എനിക്കൊക്കെ ആണെങ്കിൽ കോടികൾ വരുമാനം ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു ഇതിനെ. അങ്ങനത്തെ ഒരു വരുമാനം കണ്ടെത്തലിന്റെ മാർഗമായിട്ട് ഞാൻ ഇതിനെ സാധാരണ കേവലം ഒരു വ്യക്തി ചെയ്യുന്നത് പോലെ ഞാൻ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ പേജും എൻ്റെ ചാനലും ഒക്കെ കൊണ്ട് എനിക്ക് കോടികൾ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. മനസ്സിലായോ? എൻ്റെ യൂട്യൂബ് പോലും ഞാൻ മോണോട്ടൈസ് ചെയ്തിട്ടിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ഇവന്മാർ 3 പ്രാവശ്യം ബ്ലോക്ക് ചെയ്തത് കൊണ്ടാണ്. എന്നിട്ട് എന്നോട് ഇവന്മാർ എഴുതി ചോദിച്ച് എന്തുവാ മോണോട്ടൈസ് ചെയ്യാതിട്ടിരുന്ന ചാനലാണ് എൻ്റെ ചാനൽ. എന്നെ കൊണ്ട് നിർബന്ധിച്ച് അവന്മാർ ചെയ്യിപ്പിക്കേണ്ടി വന്നതാണ് എൻ്റെ യൂട്യൂബിൻ്റെ ചാനൽ. പക്ഷേ മോണോട്ടൈസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് പൈസ ഒന്നും വരാനുള്ള മാർഗ്ഗമൊന്നും എനിക്കില്ല എൻ്റെ ചാനലിൽ. അതുകൂടി ഞാൻ പറഞ്ഞേക്കുക. കാരണം അത് വേറൊരു ഈ എൻ്റെ ചാനൽ 3 പ്രാവശ്യം യൂട്യൂബുകാർ പൂട്ടി. ഈ 3 പ്രാവശ്യം യൂട്യൂബുകാർ പൂട്ടിക്കെട്ടിയിട്ട് അവർ എന്നോട് ആവശ്യപ്പെട്ടത്, എന്തുകൊണ്ട് നിങ്ങളുടെ ചാനൽ മോണോട്ടൈസ് ചെയ്യുന്നില്ല? നിങ്ങളുടെ ചാനൽ വഴിക്ക് നിങ്ങൾ തെറ്റായ കാര്യങ്ങൾ ലോകത്തിൽ എത്തിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ മോണോട്ടൈസ് ചെയ്യാതെ നിങ്ങൾ തെറ്റായ കാര്യങ്ങൾ ലോകത്തിലേക്ക് എത്തിക്കാനുള്ള ക്രിമിനൽ മൈൻഡായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബുകാർ എനിക്ക് എൻ്റെ ചാനൽ പൂർണ്ണമായും ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുമായിട്ടാണ് രംഗത്ത് വന്നത്. അതുകൊണ്ട് എനിക്ക് ആ ചാനൽ മോണോട്ടൈസ് ചെയ്യേണ്ടി വന്നു. ഈ മോണോട്ടൈസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അവർ നമുക്കൊരു ഇത് തരും. ഏതാ? ഒരു വെരിഫിക്കേഷൻ കോഡ് അയച്ചു തരും. അത് നമ്മൾ താമസിക്കുന്ന അഡ്രസ്സിലോട്ട് നാട്ടിലേക്ക് അയക്കുന്നത്. അപ്പം നമ്മൾ പാസ്പോർട്ടിലുള്ള അഡ്രസ്സാണ് കൊടുക്കുന്നത്. ഞാൻ പാസ്പോർട്ടിൽ അഡ്രസ്സ് കൊടുത്തപ്പോഴത്തേക്കും അത് ഏതോ നമ്മൾ വാടകയ്ക്ക് വീട്ടിൽ താമസിച്ചൊരു അമ്മച്ചിയുടെ വീട്ടിലാണ് പോയത്. ആ പെണ്ണുമ്പിള്ളയാണെങ്കിൽ ഒരു വല്ലാത്ത ഭ്രാന്തി പെണ്ണുമ്പിള്ളയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ കൊണ്ടുപോയി അത് കൊണ്ട് കളഞ്ഞു. അപ്പോൾ യൂട്യൂബ് മോണോട്ടൈസ് ചെയ്തു. പക്ഷേ വെരിഫിക്കേഷൻ കോഡൊക്കെ കൊടുത്താലേ നമുക്ക് അക്കൗണ്ടുമായിട്ട് ആഡ് ചെയ്യാനായിട്ടൊക്കെ പറ്റത്തുള്ളൂ. അല്ല, അതൊന്നും നടക്കത്തൊന്നുമില്ല. ഞാൻ പിന്നെ അതിന് പുറകെ പോകാനും പോയില്ല. എന്ത് ചെയ്തു ഏത് ചെയ്തു ഒന്നും തിരക്കാനും പോയില്ല. എന്തെങ്കിലും ആരെങ്കിലും കൊണ്ടുപോകുന്നെങ്കിൽ കൊണ്ടുപോട്ടെ എന്നങ്ങ് വിചാരിച്ചു. മനസ്സിലായോ? കാരണം നമ്മുടെ ലക്ഷ്യം അതല്ല. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, അങ്ങനെ ലക്ഷ്യം ഉണ്ടെങ്കിൽ തുടക്കത്തിലേ എനിക്ക് ചെയ്യണമായിരുന്നു. ഞാൻ അതൊന്നും ചെയ്യാതെ ഞാൻ മുന്നോട്ട് പോയ വ്യക്തിയാണ്. പക്ഷെ എൻ്റെ ചാനൽ ബ്ലോക്കാക്കി കളയും എന്ന് എനിക്ക് നോട്ടീസ് വന്നതുകൊണ്ടാണ് ആ യൂട്യൂബിൽ ഞാൻ എന്ത് ചെയ്യാത്തത്. കാരണം അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, കാരണം ഈ വാക്സിനെ കുറിച്ചൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനഃപൂർവ്വം ഇൻഫർമേഷൻ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഒക്കെ വന്ന് എൻ്റെ ചാനൽ 3 പ്രാവശ്യം ബ്ലോക്ക് ചെയ്ത് കളഞ്ഞല്ലോ, പൂട്ടിക്കളഞ്ഞല്ലോ ഇവന്മാർ. അപ്പം അതുകൊണ്ട് ഞാൻ മിസ്ഇൻഫർമേഷൻ പരത്തുന്നതിന് വേണ്ടിയിട്ടാണ് എൻ്റെ ചാനൽ ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ മോണോട്ടൈസ് ചെയ്തിടാതെ മിസ്ഇൻഫർമേഷൻ പരത്തുന്നു എന്നാണ് ഇവന്മാർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, എന്നിരുന്നാൽ തന്നെയും പോട്ടെ. അപ്പം അതൊക്കെ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം എല്ലാ മേഖലകളിലും എന്ത് ചെയ്യുകയാണ്, ആൾക്കാർ പണം സമ്പാദിക്കുകയാണ്. പണം സമ്പാദിക്കുന്നത് വെച്ചാൽ യൂട്യൂബർ വരുമാനം, ഷമീർ, നിന്നോട് ഇനി കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല. മനസ്സിലായോ? തലച്ചോറില്ലാത്ത കാട്ടുകഴുതിയോടൊക്കെ എന്നാ സംസാരിക്കാൻ? നീ പോയി നിന്റെ വീട്ടിൽ പോയിരുന്നു വല്ല പണിയും ഉണ്ടെങ്കിൽ പോയിരുന്നു നോക്കും. പോ വൃത്തിയേട്ടവനെ. ഇവനെ പിടിച്ചിനകത്ത് ഇട്ടിട്ടെന്ന് പറയാനിരിക്കുന്നു. ഓക്കെ, അവനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ എല്ലാവരും പലതരത്തിൽ ഇങ്ങനെ വരുമാനം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള വരുമാനങ്ങളും ഉണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ പലരും ഇന്ന് ജോലിക്ക് പോകുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. പലരും ജോലിയും ഒന്നും ചെയ്യുന്നില്ല. കാരണം ഇതിൽ തന്നെ ആവശ്യത്തിലേറെ വരുമാനം അവരെ ആൾക്കാർ കണ്ടെത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജോലിക്കൊന്നും പോകേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ് പലരും ഇതിനു വേണ്ടി തന്നെ നടക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. മനസ്സിലായോ? ജോലിക്കും പോകത്തില്ല, ഒന്നിനും പോകത്തില്ല, ചുമ്മാ ഇരുന്ന് യൂട്യൂബ് വീഡിയോകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആളുകളെല്ലാം നമുക്ക് ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ കാണാൻ പറ്റും. പക്ഷെ ഇതൊന്നും അല്ല വിഷയം എന്ന് പറയുന്നത്. ഇനി വരാൻ പോകുന്നത് വെർച്വൽ റിയാലിറ്റി ലോകത്തിലേക്ക് മനുഷ്യൻ കടക്കാൻ പോവുകയാണ്. യൂണിവേഴ്സൽ ബേസിക് ഇൻകം എന്ന് പറയുന്നൊരു സംഭവം വരാൻ പോവുകയാണ്. യൂണിവേഴ്സൽ ബേസിക് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ പ്രിയ സഹോദരങ്ങളെ, ലോകത്തിലെ സകലമായ ഈ എലോൺ മസ്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു കാര്യം പറഞ്ഞു. എലോൺ മസ്ക് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, എന്താ പറയാ, ആർക്കും വേല ചെയ്യാൻ കഴിയാത്ത നാളുകൾ വരാൻ പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് സത്യമാണ്. ബൈബിളും പറഞ്ഞിട്ടുണ്ട്, വേല ചെയ്യാൻ കൂടാത്ത രാത്രികൾ വരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട്. മനുഷ്യർ വേല ചെയ്യാൻ പാടില്ലാത്ത കാലം വരാൻ പോകുന്നു വചനം പറഞ്ഞത് സത്യമായി സംഭവിക്കുന്നു. ഇനി ആളുകൾക്ക് വേല ചെയ്യേണ്ടി വരത്തില്ല. കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൈകടത്തി കഴിഞ്ഞു. സകലത്തിനെയും, സകല മേഖലകളെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൈകടത്തി കഴിഞ്ഞതുകൊണ്ട് തന്നെ ഈ യൂണിവേഴ്സൽ ബേസിക് ഇൻകം എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതായത് ലോകത്തിലുള്ള ആകമാനമുള്ള അത് ഏകലോക ഭരണവുമായി ബന്ധപ്പെട്ടൊരു സംവിധാനമാണ്. ലോകത്തിലുള്ള സകലമായ ആളുകൾക്കും ഇവർ ബേസിക് ഇൻകം ആയിട്ട് യൂണിവേഴ്സലിൽ നിന്നും തന്നെ ഒരു ഇൻകം കൊടുക്കും, ഒരു വരുമാനം കൊടുക്കും. അപ്പോൾ ഇതൊക്കെ പ്രാപിക്കണമെങ്കിൽ പോലും, യൂണിവേഴ്സൽ ബേസിക് ഇൻകം കിട്ടണമെങ്കിൽ പോലും
ഈ യൂണിവേഴ്സൽ ബേസിക് ഇൻകം കിട്ടണമെങ്കിൽ പോലും എന്ത് ചെയ്യണം? അതിനകത്ത് എന്ത് പറയാ, നമുക്ക് ഇത് എൻ്റെ പേരെന്താ, ഈ ഡിജിറ്റൽ ഐ ഡി, ഹെൽത്ത് ID, അതുപോലെ തന്നെ ഡിജിറ്റൽ കറൻസി, ഇതുമായിട്ടാണ് ഈ യൂണിവേഴ്സൽ ബേസിക് ഇൻകം മിങ്കിളായി കിടക്കുന്നത്. അപ്പോൾ ഈ ജോലിയും കൂലിയും ഇല്ലാത്ത ആളുകൾ എന്ത് ചെയ്യും? ജീവിക്കാൻ വരുമാനം വേണമല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്യും? ഈ യൂണിവേഴ്സൽ ബേസിക് ഇൻകമിനെ അവരെന്ത് ചെയ്യും? ആശ്രയിക്കും. അങ്ങനെ യൂണിവേഴ്സൽ ബേസിക് ഇൻകമിനെ ഇവർ ആശ്രയിച്ച് പോയാലുള്ള ദോഷം എന്ന് പറയുന്നത് ഹെൽത്ത് IDനെ എന്ത് ചെയ്യണം? ഇവർക്ക് വേണ്ടി വരും. അതിന് ഇവർ വാക്സിൻ എടുക്കണം. വാക്സിൻ എടുക്കുക മാത്രമല്ല, ഈ ഹെൽത്ത് IDയും ഡിജിറ്റൽ IDയുമായിട്ട് അത് കണക്ട് ചെയ്യപ്പെടും. അങ്ങനെ ജോലിയും കൂലിയും ആളുകൾ ചെയ്യേണ്ട ആളുകൾക്ക് എല്ലാവർക്കും ഈ യൂണിവേഴ്സൽ ബേസിക് ഇൻകം കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഒരു കാർഡ് കൊടുക്കും. ഈ ആളുകൾക്ക് എല്ലാവർക്കും ഓരോ കാർഡാണ് കിട്ടുന്നത്. യൂണിവേഴ്സൽ ബേസിക് ഇൻകം ഇപ്പം നമുക്ക് ഇപ്പം ചില ഷോപ്പുകളിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ആ ഷോപ്പിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കാർഡ് നിങ്ങൾക്ക് തരും. ആ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ യൂണിവേഴ്സൽ ബേസിക് ഇൻകം എന്ന് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ അല്ല ചെയ്യുന്നത്. പിന്നെയോ ഈ നമ്മുടെ നാട്ടിൽ ഇപ്പം റേഷൻ കാർഡുകൾ നിങ്ങൾക്കറിയാം. റേഷൻ കാർഡുകൾ നീല കാർഡ്, മഞ്ഞ കാർഡ്, വെള്ള കാർഡ്, ഇങ്ങനെ തരംതിരിച്ചാണ് റേഷൻ കാർഡുകൾ നമുക്ക് തന്നിരിക്കുന്നത്. എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും അളവ് നിശ്ചയിച്ചിട്ടുണ്ട്. എത്ര കിലോ അരി മേടിക്കാം, എത്ര കിലോ മണ്ണെണ്ണ മേടിക്കാം, എത്ര ലിറ്റർ മണ്ണെണ്ണ മേടിക്കാം എന്നൊക്കെ പറഞ്ഞ് അളവ് നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. അതിന്റെ ബേസിക്കിലാണ് ഈ എന്ത് ചെയ്യുന്നത്, ഈ എന്താ പറയാ